ഇന്നൊരു ബീഫ് ഉലർത്തിയതുണ്ടാക്കാം. അതിനായിട്ട് നന്നായിട്ട് കഴുകിയ ബീഫ് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 5-6 വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു 4 വിസിൽ കൊടുത്ത് വേവിച്ചെടുക്കാം. ഉലർത്താൻ ആവശ്യമായിട്ടുള്ള മെയിൻ ചേരുവകൾ: തേങ്ങാക്കൊത്ത്, ഒരു 1/4 തേങ്ങയുടെ തേങ്ങാക്കൊത്ത്, ഒരു 4-5 പച്ചമുളക് കീറിയെടുക്കണം, ഒരു തണ്ട് കറിവേപ്പില, 1 ഇഞ്ച് പീസ് ഇഞ്ചി, ഇത്രയും ചെറിയ ഉള്ളി. സവാള ഞാൻ ചേർക്കുന്നില്ല. ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ചേർത്ത് ചെറിയൊരു ലൈറ്റ് യെല്ലോ കളർ ആകുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാക്കി ചേരുവകളായ ചെറിയുള്ളി, ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക് കീറിയത്, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ അത്യാവശ്യം വഴന്ന് വന്നത് ഇതിലേക്ക് ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന കുറച്ചധികം മല്ലി, പത്തലമുളക്, പെരിഞ്ചീരകം, ഗ്രാമ്പു, ഏലക്ക, കറുവാപ്പട്ട, ചെറിയ കഷ്ണം പത്രിപ്പൂവ്, ചെറിയൊരു കഷ്ണം ജാതിക്ക, കുറച്ച് കുരുമുളക്, ഇതെല്ലാം കൂടെ ചേർത്ത് പൊടിച്ച് ഞാൻ തന്നെ തയ്യാറാക്കി ഇറച്ചിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മസാലയാണിത്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളമുണ്ട്, അതും കൂടെ ചേർത്താണ് വേവിക്കുന്നത്. കാരണം കുറച്ചുകൂടെ വേവാനുണ്ട് ബീഫ്. ഈ അരപ്പിനകത്ത് കിടന്ന് നന്നായിട്ട് വെന്ത് പറ്റി വരണം. ബീഫ് നന്നായിട്ട് ഉലർന്ന് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ പറ്റി. ഇനി ഇതിലേക്ക് നമുക്ക് ഫൈനലി 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി വാങ്ങാം. ഫൈനലി നമ്മുടെ ബീഫ് ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയുള്ള കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.